നമസ്കാരം, മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഇസ്രായേൽ ഹമാസ് യുദ്ധം നമ്മൾ യുദ്ധക്കൊതിയന്മാരെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരാളാണ് ട്രംപ് എന്ന് സ്വയമേ പറഞ്ഞു വെക്കുന്ന ഒരാളാണല്ലോ. ഈ ട്രംപിൻ പറഞ്ഞതുകൊണ്ട് ഹമാസ് 20 ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. ഒപ്പം അതുപോലെ തന്നെ ഇസ്രായേലിന്, അതായത് നെതന്യാഹുവിന് ട്രംപിനെ തള്ളിപ്പറയാനും കഴിയുന്നില്ല, എന്നാൽ കൊള്ളാനും കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിൻ്റെ കൂടി ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഒരു ആക്രമണം. ഏകദേശം 68ഓളം ആളുകൾ മരിക്കുകയും ചെയ്തല്ലോ. നമുക്ക് എങ്ങനെ കാണാം ഈ ഒരു അവസ്ഥയെ? കൊയ്റോയിലേക്ക് എനിക്ക് തോന്നുന്നു, കെയ്റോയിലേക്ക് ഇസ്രായേലിൽ നിന്നും അംഗങ്ങൾ പോകുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബന്ദികൾ വരുമെന്നാണ് മനസ്സിലാകുന്നത്. വരുമോ ഇല്ലയോ? അവസാന ട്വിസ്റ്റ് എന്തെങ്കിലും സംഭവിക്കുമോ? താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഹമാസ് 3 കാര്യങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് 20-ന് സമാധാന പദ്ധതി. ഒന്ന്, പലസ്തീൻ്റെ ഭരണം സംബന്ധിച്ച്. 2, അധികാര കൈമാറ്റം സംബന്ധിച്ച്. 3, ഇസ്രായേൽ സൈനിക പിൻവാങ്ങൽ സംബന്ധിച്ച്. പലസ്തീൻ ഭരണം സംബന്ധിച്ച ഹമാസിൻ്റെ ആശങ്ക, മറ്റൊരു സ്ഥിരം സമിതിയെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഇടക്കാല ഭരണം അന്താരാഷ്ട്ര നിയന്ത്രണത്തിലുള്ള ഒരു പീസ് കീപ്പിംഗ് കമ്മിറ്റി ഏൽപ്പിക്കുമെന്നാണ്. ഇതിനോട് വലിയ ആശങ്കയാണ് ഹമാസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പലസ്തീൻ ദേശീയത മനസ്സിലുള്ള ഒരു പലസ്തീൻ സംവിധാനത്തിന് തങ്ങൾ അധികാര കൈമാറ്റം നടത്താമെന്ന്. പക്ഷേ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനം, ട്രംപ് അധ്യക്ഷനായുള്ള ഒരു അന്താരാഷ്ട്ര സമിതി, അതിൽ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ടാകും, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ടാകും, പലസ്തീനിൽ നിന്ന് മികച്ച സാങ്കേതിക മികവുള്ളവരുണ്ടാകും. അങ്ങനെ ഒരു വലിയ വിശാലമായ ഫോർമാറ്റാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്, ഇസ്രായേലിൻ്റെ സൈനിക പിന്മാറ്റം ഒറ്റയടിക്ക് നടത്തണമെന്നാണ് ഹമാസ് പറയുന്നത്. മറിച്ച് സമാധാന പദ്ധതിയിലുള്ളത് ഘട്ടം ഘട്ടമായുള്ള പിൻവാങ്ങൽ. ഈ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതനുസരിച്ച് ട്രംപ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു പീസ് കീപ്പിംഗ് സൈന്യം, ഈ അന്താരാഷ്ട്ര തലത്തിൽ നിയന്ത്രണത്തിലുള്ള സൈന്യം, അവർ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇസ്രായേലിൽ നിന്ന് ഘട്ടം ഘട്ടമായി സുരക്ഷാ നിയന്ത്രണം വീണ്ടെടുക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അകലം ഇപ്പോൾ ഹമാസ് പറയുന്നു. മൂന്നാമത്തെ ഒരു പ്രതിസന്ധി ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്, ബന്ദികളെ അടിയന്തരമായി 72 മണിക്കൂർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പൂർത്തിയാവുകയാണ്. അമേരിക്കൻ സമയമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ വാഷിങ്ടൺ സമയം ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ട്രംപ് നിർദ്ദേശിച്ച സമയം തീരുന്നു. പക്ഷേ അതിനു മുൻപ് ഹമാസ് തങ്ങളുടെ വില്ലിങ്നെസ് അറിയിച്ചു, നിലപാട് പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ സമാധാന പദ്ധതി തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് അവർ പ്രസ്താവന ഇറക്കി. ട്രംപിന് വേണ്ടത് അതാണ്. അപ്പോൾ ട്രംപ് അതിൽ വിജയിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങും ട്രംപ് എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹമാസിന് വലിയ ഓപ്ഷനില്ല. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും ഇത്തരമൊരു ഘട്ടത്തിൽ മറ്റുപാധികളില്ലാതെ ഇങ്ങനെ ഒരു കീഴടങ്ങൽ നടത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ മുന്നോട്ട് തടസ്സവാദങ്ങൾ ഉന്നയിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ 3 ഉപാധികൾ പോലും ഹമാസിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വെക്കണമല്ലോ. ഹമാസിൻ്റെ ഇനിയുള്ള ഹമാസ് അനുകൂലികളെയെങ്കിലും തങ്ങൾക്കൊപ്പം നിർത്തണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പൊടിക്കൈകൾ വേണമല്ലോ, അത് മാത്രമാണ്. അതിലപ്പുറം ആ വാദത്തിൽ വലിയ യുക്തിയൊന്നുമില്ല. എന്നാൽ ട്രംപ് വളരെ കണക്കൂട്ടിയാണ് നീങ്ങുന്നത്. ട്രംപ് എന്ന് പറഞ്ഞത് നെതന്യാഹുവിൻ്റെ വിജയമാണ്. ട്രംപ് വളരെ കൗശലത്തോടെ സംസാരിക്കുന്നത്. കാരണം നെതന്യാഹുവിനെ കയ്യിലെടുത്ത് മാത്രമേ ഈ യുദ്ധത്തിന് അറുതി വരുത്താൻ കഴിയൂവെന്ന് ട്രംപിനറിയാം. ഇസ്രായേലിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ തെരുവിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നുള്ള ഒരു വലിയ പ്ലക്കാർഡ് ആൾക്കൂട്ടത്തിന് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഒരു പ്രകടനം, അത് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നു, നെതന്യാഹു ഒരു യുദ്ധക്കൊതിയനാണ് എന്ന് ഇസ്രായേലികൾക്കറിയാം. നെതന്യാഹു ലക്ഷ്യം കണ്ട് മാത്രമേ പിൻവാങ്ങൂ. അതുകൊണ്ടാണ് നെതന്യാഹുവിനോട് നമുക്ക് ബന്ദികളെ മോചിപ്പിക്കാം, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രായേലികൾ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഇസ്രായേലികൾ വിശ്വസിച്ചു തുടങ്ങി. മറുവശത്ത് ട്രംപിൻ്റെ സമാധാന പദ്ധതിക്ക് പൂർണ്ണ പച്ചക്കൊടി കാട്ടി അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ വിമർശകരായ തുർക്കി, ഖത്തർ, മറ്റ് ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പരിപൂർണ പിന്തുണയാണ് ഇപ്പോൾ ഈ സമാധാന പദ്ധതിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പരിപൂർണ വിജയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. മറുവശത്ത് ഹമാസ് അടപടലം വീണ് നിൽക്കുന്നു. കാരണം അവർക്ക് മറ്റ് ഓപ്ഷനുകളില്ല. ഗസ നഗരത്തിൽ ഇന്നലെ കലാശ വെടിക്കെട്ട് ഇസ്രായേൽ നടത്തി. 66 പേരാണ് കൊല്ലപ്പെട്ടത്.
കാരണം പല സ്ഥലങ്ങളിലും സ്ഫോടനത്തിനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു വച്ചിരുന്നു. അപ്പോൾ പിൻവാങ്ങുന്നതിന് മുൻപ് അവസാന പൊട്ടിക്കലുകൾ നടത്തി ആ കലാശക്കൂട്ട് നടത്തി അവർ മടങ്ങുന്നു. 66 പേരുടെ ജീവൻ അതുകൂടി നഷ്ടപ്പെടുത്തിയാണ് ഇസ്രായേൽ ആ യുദ്ധത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഹമാസ് അനുകൂലികൾക്ക് വേണ്ടത് ഒരു വെടിനിർത്തലായിരുന്നു. ഹമാസ് പരാജയപ്പെടരുത്, ഹമാസ് പലസ്തീനിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവർ പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രകടനം നടത്തുമ്പോൾ പലസ്തീൻ രാഷ്ട്രവാദം ഉയർത്തും. ഹമാസിനോട് ബന്ദികളെ വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് ഇസ്രായേൽ 2 ദിവസം മുൻപ് ലോകത്തോട് സംസാരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന പദ്ധതി ലോകത്തിന് മുന്നിൽ വെച്ച് ഹമാസിന് അന്ത്യശാസനം നൽകി മുന്നറിയിപ്പ് നൽകുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പലസ്തീൻവാദികൾ നിസ്സംഗരായിരുന്നു, അവർ നിശബ്ദതയിലായിരുന്നു. ഒരൊറ്റ റാലി പോലും ഈ സമാധാന പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും കണ്ടില്ല. അവിടെയാണ് ഇസ്രായേൽ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇതിൽ വലിയൊരു ചതിവുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലസ്തീൻവാദികളെന്ന് പറഞ്ഞ് നിരത്തുകളിലേക്ക് ഇറങ്ങുന്നവർ ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരൊക്കെയാണ് ഇവിടെയുള്ള ഭീകര സംഘടനകളെ പോറ്റി വളർത്തുന്നത്. എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ബന്ധികളെ വിട്ടുകൊടുക്കാൻ അവർ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയില്ല? ഒരൊറ്റ റാലികളിലും നമ്മളത് ഉയർന്നു കേട്ടിട്ടില്ല. 2 ദിവസം മുൻപ് കേരളത്തിൽ ഒരു ഗസ പ്രതിരോധം നടന്നു കൊച്ചിയിൽ വെച്ച്. നമ്മുടെ സിനിമാ നടൻ ആഷിഖ് അബു, ഒട്ടനവധി ആളുകളുണ്ട്, വളരെ സിതാര, ഗായിക സിതാര, ഇവരൊക്കെ ഉണ്ട്, നിരവധി ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഗസയിലെ കുരുന്നുകൾക്ക് വേണ്ടിയിട്ട് നല്ല ഉദ്ദേശം തന്നെ, നമുക്കതിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. 18,000 കുട്ടികളാണ് ഗസ മുനമ്പിൽ മരിച്ചു വീണത്. 15,000 എന്ന് പറയുന്നത് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്ന ആ കണക്കാണ്. എന്നാൽ ഇവർ ഉയർത്തേണ്ടിയിരുന്നത് മറ്റൊരു പ്രതിഷേധമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു. സിറിയയിൽ നമുക്കറിയാം, ലെബനനിൽ, സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 30,000-ലധികം കുട്ടികളാണ് മരിച്ചത്, കണക്കുകൾ പറയുന്നു. ഇപ്പോൾ ഇത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ. എന്തുകൊണ്ട് ഇവർ ഹമാസിനെ തള്ളി പറയുന്നില്ല? ഹമാസ് എന്താണ് ചെയ്യുന്നത്? ഹമാസ് ഈ കുരുന്നുകളെയും സ്ത്രീകളെയും ഒക്കെ മനുഷ്യ കവചങ്ങളാക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അവിടെ മരണപ്പെടുന്നത് പലസ്തീനിലെ പാവങ്ങൾ, പലസ്തീനിലെ ജനങ്ങൾ, പലസ്തീനിലെ ഈ ഗർഭിണികളും കുട്ടികളും സ്ത്രീകളും. ഹമാസിൻ്റെ ആയുധപ്പുരകൾ നമ്മൾ കണ്ടതാണ്. മിക്കതും സ്കൂളുകൾക്കിടയിൽ, ആശുപത്രികൾക്കിടയിൽ, പ്രാർത്ഥനാലയങ്ങൾക്കിടയിൽ. അപ്പോൾ സാധാരണ ജനങ്ങളെ ഇങ്ങനെ മനുഷ്യ കവചങ്ങളാക്കി ഇത്ര ക്രൂരമായ ആക്രമണം നടത്തുന്ന ഹമാസിനെ എന്തുകൊണ്ട് ലോകത്തിലെ പലസ്തീൻവാദികൾ തള്ളി പറയുന്നില്ല? അവരുടെ യഥാർത്ഥ സങ്കല്പം ഒരു പലസ്തീൻ രാഷ്ട്രമാണെങ്കിൽ, പലസ്തീൻ വാസികളുടെ ഒരു സ്വൈര ജീവിതമാണെങ്കിൽ ഹമാസിനെയല്ലേ അവർ ആദ്യം തള്ളിപ്പറയേണ്ടത്? ഈ ചോദ്യം ഉയർത്തുമ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട് അവർക്ക് പറയാൻ. എങ്ങനെ അവർ ആക്രമണം തുടങ്ങി? അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചത്. 2021 ഒക്ടോബർ 7-ന് 1200 ഇസ്രായേലികളെ കൊന്നൊടുക്കിയ ആക്രമണം. പിന്നീട് 250ഓളം ഇസ്രായേലികളെ അവർ ബന്ദികളാക്കി. അവരിൽ ഏകദേശം 40ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സേന കരയുദ്ധത്തിലൂടെ വീണ്ടെടുക്കുകയായിരുന്നു. പിന്നീട് 8ഓളം ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തി. 140 പേരെ വിവിധ ഘട്ടങ്ങളിലായി അവർ വിട്ടയച്ചു. എല്ലാറ്റിനും ഒടുവിൽ അവിടെ ബാക്കിയായിരിക്കുന്നത് പിന്നീട് ഒരു 50 മൃതദേഹങ്ങൾ കൂടി കരയുദ്ധത്തിലൂടെ അവർ വീണ്ടെടുത്തു. എല്ലാത്തിനും ഒടുവിൽ ബാക്കിയായത് 48 ബന്ദികൾ. അതിൽ 28 ബന്ദികളുടെ മൃതദേഹങ്ങളും 20 പേരെ ജീവനോടെയും എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കൂട്ടൽ. ഇതിലൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ബന്ദികളാക്കപ്പെട്ട കുരുന്നുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെ നമ്മുടെ ഈ സെലക്റ്റീവ് പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ഈ ദുഃഖം രേഖപ്പെടുത്തുന്ന ആൾക്കാർ തുനിഞ്ഞിറങ്ങുന്നില്ല എന്നത് കൂടി നമുക്ക് ശ്രദ്ധേയമായ. പഹൽഗാമിൽ കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സംസാരിച്ചില്ല. അത് വളരെ സെലക്റ്റീവാണ്. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം സുഖിപ്പിക്കാനുള്ള പ്രത്യയശാസ്ത്രപരമായ നീക്കമാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഗസ പ്രതിരോധം വ്യാപിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷേ ഹമാസിനോട് അടിയന്തരമായി വെടിനിർത്താനും ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടുകൊടുക്കാനും ആവശ്യപ്പെടുകയാണ് മനുഷ്യത്വപരമായ ആദ്യ കടമ. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമാധാന പദ്ധതി. ഈ സമാധാന പദ്ധതി എന്തുകൊണ്ട് ലോകം അംഗീകരിച്ചു? കാരണം ഇതിലപ്പുറം ഒരു നീതിബോധമില്ല. ഹമാസിനെ നിരായുധീകരിക്കുക,
അവരെ ഗസ മുനമ്പിൽ അധികാരത്തിൽ നിന്ന് മാറ്റുക, ഇസ്രയേലി ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക. ഈ 3 കാര്യങ്ങളിൽ വളരെ വ്യക്തതയാണ് ട്രംപ് വരുത്തിയിരിക്കുന്നത്. 4ാമത് പലസ്തീൻ്റെ അല്ലെങ്കിൽ ഗസ മുനമ്പിൻ്റെ ഭരണം, അത് സംബന്ധിച്ചും ട്രംപ് വ്യക്തത വരുത്തിയിരിക്കുന്നു. ഭാവിയിൽ ഹമാസിനെ എങ്ങനെ കാണണം, അക്കാര്യത്തിൽ ഹമാസിനെ എങ്ങനെ കാണണമെന്ന കാര്യത്തിലും ട്രംപ് വ്യക്തത വരുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ വളരെ കോമ്പാക്റ്റായി, വളരെ ലീക്ക് പ്രൂഫായ ഒരു സമാധാന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇല്ലാതിരിക്കുന്നത്, നെതന്യാഹു നിശബ്ദനാക്കപ്പെട്ടത്. കൃത്യമായൊരു പ്ലോട്ട് തയ്യാറാക്കി ഇതിനു വേണ്ടി ട്രംപ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 15 ദിവസത്തെ ലോകക്രമം, ഭൗമ രാഷ്ട്രീയ നീക്കങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കതിൻ്റെ ചില സ്പന്ദനങ്ങൾ മനസ്സിലാകും. UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ നെതന്യാഹു റൂട്ട് മാറി യൂറോപ്പിനെ തൊടാതെ ന്യൂയോർക്കിലേക്ക് തൻ്റെ വിമാനത്തിൽ പോകുന്നു. UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായി നെതന്യാഹു ഫ്ലൈറ്റിൽ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ 12ഓളം ലോകരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ചിറങ്ങുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് യൂറോപ്യൻ യൂണിയനിലൊക്കെ പെട്ട ചില ശ്രദ്ധേയ രാജ്യങ്ങൾ. അവരൊക്കെ ഇസ്രായേലിൻ്റെ സഖ്യരാജ്യങ്ങളാണ്. UK, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ പോലും മറ്റേ UK, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ ഇസ്രായേലിന് ഒരു കാലത്ത് ചേർത്ത് പിടിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ പരിപൂർണമായി തള്ളിപ്പറഞ്ഞ് ഇസ്രായേലിനെതിരെ ഉപരോധം മുന്നറിയിപ്പ് നൽകി പലസ്തീൻ രാഷ്ട്രത്തെ പ്രഖ്യാപിക്കുന്നു. പാലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. അവർക്ക് മറുപടി അതേ UN ജനറൽ അസംബ്ലിയിൽ വെച്ച് നെതന്യാഹു മനോഹരമായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളിപ്പോൾ തോൽക്കുന്നത് നിങ്ങളുടെ രാജ്യത്തുള്ള നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിലാണ്. അത് വളരെ വ്യക്തമായി നെതന്യാഹു ആ UN ജനറൽ അസംബ്ലിയിലെ പ്രസംഗത്തിൽ പറയുന്നു. ഈ വാദം, പലസ്തീൻ രാഷ്ട്രവാദം പരസ്യമായി പ്രഖ്യാപിച്ച ഈ രാഷ്ട്ര നേതാക്കളെ ആവശ്യത്തിന് കൊടുത്ത് അവിടെ വെച്ച് അടിച്ചിരുത്തുന്ന ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. പിന്നീട് നെതന്യാഹു നേരെ വാഷിങ്ടണിലേക്ക്, ഓവൽ ഓഫീസിലേക്ക് പോകുന്നു. ട്രംപ് അവിടെ താൻ തയ്യാറാക്കിയ പദ്ധതി നെതന്യാഹുവിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പിന്തുണ അങ്ങനെ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ട്രംപ് വിജയിക്കുന്നു. UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തുള്ള ഈ വിഘടന ശക്തികൾക്ക് മുന്നിൽ തോൽക്കുകയാണെങ്കിലും അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, പലസ്തീൻ രാഷ്ട്രവാദം ഉന്നയിച്ച്. പിന്നീട് ഉപരോധത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അവർക്ക് നിശബ്ദത പാലിക്കേണ്ടി വന്നു. എല്ലാറ്റിനും ഒടുവിൽ ഹമാസിനെ ഗസയിൽ നിന്ന് തൂത്തെറിയുന്നതിൽ ലോകരാജ്യങ്ങൾ ഒരുമിക്കുന്നു. ഇത് ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമാണ്. ഈ പ്ലോട്ട് കൃത്യമായി പഠിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും ഒക്കെ ഒരു ഡിസൈനാണ് എന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവും തോന്നില്ല. ചില വാദം ഉന്നയിക്കുന്നവർ പറയും ഹമാസിനെ സൃഷ്ടിച്ചത് മൊസാദല്ലേ, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ. പക്ഷേ ഹമാസ് പിന്നീട് വളർന്നത് ഇസ്രായേലിൻ്റെ ചോര ഊറ്റിക്കുടിക്കാനാണ് അവർ വളർന്നത്. അവരുടെ ഒരു ഭീകര സ്വത്വം അത് വളർത്തിയത് ഇറാൻ അടക്കമുള്ള ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. തങ്ങൾക്ക് ചുറ്റും ഭീകര സംഘടനകളുടെ വലിയൊരു നിരന്നപ്പോൾ ഇക്കുറി ഇസ്രായേൽ നടത്തിയത് അസാധാരണമായ ആക്രമണം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 6 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം. ജയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അമേരിക്കയുടെ പിന്തുണയുള്ളപ്പോൾ ഇസ്രായേലിന് എന്ത് ഭയപ്പെടാൻ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷേ അമേരിക്കയെ പോലും പലപ്പോഴും വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ നമ്മൾ കണ്ടു. ലക്ഷ്യത്തിലേക്ക് അവർ ഒരുവിധ കോംപ്രമൈസുകൾക്കും തയ്യാറാവാതെ അചഞ്ചലമായി അവസാന നിമിഷം വരെ യുദ്ധം ചെയ്ത് ഏറ്റവും ഒടുവിൽ ഗസ നഗരത്തിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്രായേലി സൈനികർ, ഗസ നഗരം പിടിച്ചടക്കുന്ന കാഴ്ച, അവിടെ ആളുകളെ നിർദ്ദയം കൊന്നെടുക്കുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഇതിലപ്പുറം ഇസ്രായേൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയും ലോകം അവർക്ക് മുന്നിൽ? അവിടെയല്ലേ യൂറോപ്പ് നിശബ്ദമായത്? അവിടെയല്ലേ ഖത്തറിലെ ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി തൊട്ടടുത്ത ദിവസം ദോഹയിലേക്ക് പാഞ്ഞു ചെന്ന 60 അറബ് ഇസ്രായേലി രാജ്യങ്ങളുടെ തലവന്മാർ അമ്പരന്ന് പോയത്? എന്ത് ഉത്തരം പറയും ഇസ്രായേലിനോട്? അവർക്ക് ഇസ്രായേലിന് നേർക്ക് ഒരു ഉപരോധം ഉയർത്താനോ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഘടിപ്പിക്കാനോ എന്തുകൊണ്ട് കഴിയാതെ പോയി? അത് ഇസ്രായേലിൻ്റെ ആത്മധൈര്യം തന്നെ, അവരുടെ ആ ദൃഢനിശ്ചയമുള്ള ലക്ഷ്യബോധമുള്ള ഒരു ആക്രമണ ശൈലി തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ ഹമാസ് പരിപൂർണമായി കീഴടങ്ങി ഇതൊരു സമ്പൂർണ്ണ ഇസ്രായേൽ വിജയമാണ്.
ഇനിയും ബന്ദികളെ മോചിപ്പിക്കുന്നു. അതായത് ഒരു പക്ഷേ അപ്പോഴും പൂർണ്ണമായും തങ്ങൾ പിരിയില്ല, ഗസയിൽ നിന്നും പൂർണ്ണമായും പിന്നോട്ടില്ല എന്ന് ഹമാസ് പറയുമ്പോൾ നമുക്ക് ഇനിയും നമുക്ക് ഇവരൊക്കെ തല പൊക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇനി സമാധാനമായി നെതന്യാഹുവിന് ഇന്ന് ഉറങ്ങാൻ കഴിയുമോ ഇനിയുള്ള ദിവസം? ഏറ്റവും കൂടുതൽ നന്നായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ദിവസമാണ് നെതന്യാഹുവിന്. കാരണം ഇതുവരെ നെതന്യാഹു അനുഭവിച്ച ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. രാജ്യത്ത് തന്നെ ഒറ്റപ്പെട്ടെന്ന്, സ്വന്തം രാജ്യത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്നു. മറ്റ് അന്താരാഷ്ട്ര തലത്തിലുള്ള അതിശക്തമായ സമ്മർദ്ദങ്ങൾ, ഉപരോധ ഭീഷണികൾ, ഗസയിലെ വംശഹത്യ എന്ന ഏറ്റവും നികൃഷ്ടമായ ആരോപണം, ഇത്തരം വലിയൊരു ആരോപണങ്ങളുടെ ചുഴിയിലായിരുന്നു നെതന്യാഹു ഇതുവരെ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇതുവരെ. ഓർക്കണം, ഗസ നഗരം ആക്രമിക്കാൻ IDF-നോട് നെതന്യാഹു ഉത്തരവ് നൽകിയപ്പോൾ IDF ചീഫ് നെതന്യാഹുവിനെ നേരിൽ കണ്ട് ഈ ആക്രമണം ആത്മഹത്യാപരമായിരിക്കുമെന്ന് റിപ്പോർട്ട് കൊടുത്തു. കാരണം ഇത് ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെടാൻ ഇടവരും, ബന്ദികളുടെ ജീവൻ അപകടത്തിലാകും. ബന്ദികളുടെ ജീവൻ അപകടത്തിലായാൽ ഇസ്രായേലികൾ ഈ ഭരണകൂടത്തിനെതിരെ, നെതന്യാഹുവിനെതിരെ തിരിയും. അവിടെ കൂടുതൽ മനുഷ്യക്കുരുതികൾ ഉണ്ടായാൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയും. ഇസ്രായേൽ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകും. ഇത്തരമൊരു ആശങ്കയാണ് IDF ചീഫ് നേരെ നെതന്യാഹുവിനെ നേരിൽ കണ്ടറിയിച്ചത്. വളരെ ശക്തമായ തീരുമാനം അതിന് പിന്നാലെ നെതന്യാഹു കൈക്കൊണ്ടു. ഇത് എൻ്റെ തീരുമാനമാണ്, ഉത്തരവാണ് പിന്നെ നൽകിയത്. ഗസ നഗരം കീഴടക്കി അവിടെയുള്ള മുഴുവൻ പലസ്തീനികളെയും നിങ്ങൾ ചെക്ക് പോസ്റ്റിൽ സ്ക്രീൻ ചെയ്ത് തെക്കൻ ഭാഗങ്ങളിലേക്ക് മാറ്റുക. ഹമാസുകാരുടെ മുഴുവൻ വിവരവും ശേഖരിച്ചിട്ടുണ്ട് മൊസാദും IDF-ഉം ഷിൻബറ്റും. അതനുസരിച്ച് അവിടെ അവശേഷിക്കുന്ന ഹമാസുകാരെ കൊന്നൊടുക്കാനുള്ള ഉത്തരവാണ് നെതന്യാഹു നൽകിയത്. അപ്പോൾ ഏറ്റവും ധീരമായ ഒരു യുദ്ധ തീരുമാനം കൈക്കൊണ്ട നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു രക്ഷപ്പെടലിൻ്റെ കൈപ്പുസ്തകമാണ് ഈ രക്ഷാപദ്ധതി, ഈ സമാധാന പദ്ധതി. കാരണം ഈ സമാധാന പദ്ധതിയിൽ വിവക്ഷിക്കുന്ന ഓരോ ഉപാധിക്കും വേണ്ടി ഭാവിയിൽ ഇനിയും ഒരു യുദ്ധത്തിനൊരുക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. നിരായുധീകരിക്കപ്പെടാത്ത ഹമാസിനെ ഇനി ഗസ മുനമ്പിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ട്രംപിനില്ല. കാരണം ഈ സമാധാന പദ്ധതിക്ക് ലോകരാജ്യങ്ങൾ അംഗീകാരം കൊടുത്തു. മറ്റൊന്ന്, ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിലും ഇപ്പോൾ കൃത്യതയുണ്ട്. ഇവിടെയൊക്കെ ഇസ്രായേലിൻ്റെ സുരക്ഷ മുൻനിർത്തിയുള്ള കരാറാണ്. ഇത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ച് ഹമാസിന് മുന്നിൽ അവതരിപ്പിച്ച കരാറാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അപൂർവ ഘട്ടമാണ്. അമേരിക്ക മാത്രമല്ല, അമേരിക്കയ്ക്കൊപ്പം ലോകരാജ്യങ്ങൾ കൂടി ഇസ്രായേലിൻ്റെ സുരക്ഷയിലേക്ക് വന്നിരിക്കുകയാണ്, ആ വ്യവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ വിജയമല്ലേ അത്? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു നെതന്യാഹു എന്താണോ സ്വപ്നം കണ്ടത് ആ നിരയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് എനിക്കും പറയാൻ സാധിക്കും. എന്തായാലും ഇന്ന് സമാധാനത്തിൽ ഉറങ്ങട്ടെ. ഈ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കളെല്ലാം, ഇനി അവശേഷിക്കുന്ന ബന്ധുക്കളെല്ലാം ജീവനോടെ തന്നെ പുറത്തേക്ക് ഇന്ന് വരട്ടെ. ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? യുദ്ധമൊക്കെ തന്നെ വീക്ഷിക്കും. നമ്മൾ ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒന്നും പറയാറായിട്ടില്ല, അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ അവരുടെ വായനക്കാരോട് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലി വികാരം പങ്കുവെക്കുന്നത്. അവരൊക്കെ വളരെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നു. അവരുടെ ഏറ്റവും വലിയ കൺസേൺ ആ ബന്ദികളെ ഇങ്ങ് വിട്ടുകിട്ടുന്നതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ജീവൻ പോലും 2014 2025 2 ഇസ്രായേലികൾ ഗസയിലേക്ക് കയറി, അവരും ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി വിട്ടുകിട്ടണം. 2014 ഒരു യുദ്ധത്തിൽ 2 സൈനികരെ കൊലപ്പെടുത്തി, അവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടണം. അപ്പോൾ ഓരോ ജീവനും വലിയ വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രകടനങ്ങൾ, അവരുടെ ദേശീയ വികാരം, ജനങ്ങളുടെ വികാരം ഒക്കെ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ആദ്യ ബന്ദിയുടെ തല പുറത്ത് കാണുമ്പോൾ, ജീവനോടെ തല പുറത്ത് കാണുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനിക്കാൻ കഴിയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. ഹമാസിന്റെ വാക്ക് പാഴ്വാക്കാകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ആവുകയാണെങ്കിൽ വരുന്ന മണിക്കൂറുകൾ ഒരു പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല, ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ യുദ്ധ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബന്ദികളെല്ലാം പുറത്തു വരട്ടെ. സമാധാനം അത് തന്നെയാണല്ലോ ആത്യന്ത്യം. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. നന്ദി, നമസ്കാരം.